ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എജു ഗ്ലോ പി എസ് സിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എജു ഗ്ലോ പി എസ് സിയുടെ കേരള പി എസ് സി നടത്തുന്ന LDC, LGS മുതലായ 10th ലെവൽ പരീക്ഷയുടെ മുൻവർഷ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്യുന്ന ക്ലാസ് പരമ്പരയിലെ ഈ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത് കേരള പി എസ് സി 2017 തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ നടത്തിയ LDC വേരിയസ് പരീക്ഷയുടെ GK വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തസ്തികയുടെ കാറ്റഗറി നമ്പർ 69/2017. ചോദ്യപുസ്തക കോഡ് A. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ എ നെയ്യാർ, ഓപ്ഷൻ ബി കരമനയാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ചാലിയാർ. ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഓപ്ഷൻ എ, ഉത്തരം നെയ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയത്തിൻ്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഓപ്ഷൻ എ ഹിമാദ്രി, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി ശിവാലിക്, ഓപ്ഷൻ ഡി ട്രാൻസ് ഹിമാലയൻ. അപ്പോൾ ഇവിടെ ഉത്തരം ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടൽ ഹിമാദ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ എ അടിമ, തുഗ്ലക്ക്, ഖിൽജി, സയ്യിദ്, ലോധി. ഓപ്ഷൻ ബി അടിമ, സയ്യിദ്, തുഗ്ലക്ക്, ഖിൽജി, ലോധി. ഓപ്ഷൻ സി അടിമ, ഖിൽജി, സയ്യിദ്, തുഗ്ലക്ക്, ലോധി. ഓപ്ഷൻ ഡി അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. അപ്പോൾ ഡൽഹി സുൽത്താൻ ഭരണത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഓപ്ഷൻ ഡി, ഉത്തരം അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇതൊരു ചെറിയ കോഡ് ഓർത്തിരിക്കുക. അഖി തുസലോ, ആദ്യത്തെ അക്ഷരം എല്ലാ വിഭാഗത്തിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക. അഖി തുസലോ. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ സംഗമ, ഓപ്ഷൻ ബി സാലുവ, ഓപ്ഷൻ സി തുളുവ, ഓപ്ഷൻ ഡി അരവിഡു. ഉത്തരം തുളുവ രാജവംശത്തിൽപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി താപ്തി. കബനി നദി, ഉത്തരം ഓപ്ഷൻ ബി കാവേരി നദിയുടെ പോഷക നദി. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി അസം. ബിഹു എന്ന നൃത്തരൂപം അസമിലെ നൃത്തരൂപമാണ്. അസം എന്ന സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഓപ്ഷൻ എ KN പണിക്കർ, ഓപ്ഷൻ ബി KM പണിക്കർ, ഓപ്ഷൻ സി CV രാമൻപിള്ള, ഓപ്ഷൻ ഡി അപ്പൻ തമ്പുരാൻ. KM പണിക്കരാണ് ഉത്തരം. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ താരാപൂർ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി നറോറ ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി കൽപ്പാക്കം കർണാടകം, ഓപ്ഷൻ ഡി കൈഗ കർണാടകം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, കൽപ്പാക്കം കർണാടകം തെറ്റായ ആൻസറാണ്. ബാക്കി ഓപ്ഷൻ എല്ലാം ശരിയായ ഉത്തരവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ.
അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ചൗ മൗ, ഓപ്ഷൻ ബി ജിയാങ് സു, ഓപ്ഷൻ സി ചൗ എൻലായ്, ഓപ്ഷൻ ഡി ഹുജിൻഡോ. ഉത്തരം ചൗ എൻലായ് ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചൗ എൻലായ്. അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ നബാർഡ്, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി റിസർവ് ബാങ്ക്, ഓപ്ഷൻ ഡി യൂണിയൻ ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് ഓപ്ഷൻ സി ഉത്തരം, റിസർവ് ബാങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്, റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2003. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2005. അതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര, ഓപ്ഷൻ ബി YV ചന്ദ്രചൂഡ്, ഓപ്ഷൻ സി KG ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി JS വർമ്മ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 21-ാം അനുച്ഛേദം, ഓപ്ഷൻ ബി 16-ാം അനുച്ഛേദം, ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം, ഓപ്ഷൻ ഡി 23-ാം അനുച്ഛേദം. ബാലവേല നിരോധനം ഓപ്ഷൻ സി ആണ് ഉത്തരം, 24-ാം അനുച്ഛേദം. അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര്. ഓപ്ഷൻ എ സ്മൃതി ഇറാനി, ഓപ്ഷൻ ബി പ്രകാശ് ജാവ്ദേക്കർ, ഓപ്ഷൻ സി അർജുൻ റാം മേഘ്വാൾ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ഓപ്ഷൻ ബി പ്രകാശ് ജാവ്ദേക്കർ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി ബ്രസൽസ്. ഉത്തരം ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്. ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ സി റാണി ലക്ഷ്മിഭായ്, ഓപ്ഷൻ ഡി ഔറംഗസേബ്. ഉത്തരം ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ക്വസ്റ്റ്യൻ പവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി രമേശ് ചന്ദ്ര ദത്ത്, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഓപ്ഷൻ എ ആണ് ആൻസർ, ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്. ഓപ്ഷൻ എ BR അംബേദ്കർ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത്. ഓപ്ഷൻ എ ടോപ്പ് ഇന്ത്യ, ഓപ്ഷൻ ബി ഖേൽ അഭിയാൻ, ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ, ഓപ്ഷൻ ഡി സ്പോർട്സ് ടാലന്റ് സെർച്ച് സ്കീം. ഉത്തരം ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ. ഓപ്ഷൻ എ വി ശശി, ഓപ്ഷൻ ബി ശ്രീരാമകൃഷ്ണൻ, ഓപ്ഷൻ സി എം വിജയകുമാർ, ഓപ്ഷൻ ഡി TP രാമകൃഷ്ണൻ. ഈ ക്വസ്റ്റ്യൻ കേരള PSC ഡിലീഷൻ കൊടുത്തതാണ്. കാരണം 14ാം ലോക്സഭ കേരള നിയമസഭയാണ് നിലവിലുള്ളത്. 15ാം കേരള നിയമസഭ ഇനി അടുത്തത് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉള്ളതിനാൽ അത് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. കൂടാതെ 14ാം കേരള നിയമസഭയുടെ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനാണെന്നും കൂടി ഓർത്തിരിക്കുക. 15ാം കേരള നിയമസഭ നിലവിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 അംഗങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ 5 അംഗങ്ങൾ അധ്യക്ഷൻ ഉൾപ്പെടെ. ഓപ്ഷൻ ബി 4 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 2ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 7ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 8ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്ന അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 9ാം പഞ്ചവത്സര പദ്ധതി.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. ഓപ്ഷൻ എ അഭയ, ഓപ്ഷൻ ബി ആശ്രയ, ഓപ്ഷൻ സി മഹിളാ മന്ദിരം, ഓപ്ഷൻ ഡി ആഫ്റ്റർ കെയർ ഹോം. ഉത്തരം ആശ്രയാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1994, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1996, ഓപ്ഷൻ ഡി 1993. ഉത്തരം ഓപ്ഷൻ ഡി 1993. അടുത്ത ക്വസ്റ്റ്യൻ, വിമോചന സമരം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1958, ഓപ്ഷൻ ബി 1959, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1957. വിമോചന സമരം ഉത്തരം ഓപ്ഷൻ ബി 1959. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പാലക്കാട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ നീതി നിർവഹൺ, ഓപ്ഷൻ ബി നീതി ആയോഗ്, ഓപ്ഷൻ സി പ്ലാനിംഗ് അതോറിറ്റി, ഓപ്ഷൻ ഡി നീതി ആവേഗ്. ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്. നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? ഓപ്ഷൻ എ വ്യാവസായിക വികസനം, ഓപ്ഷൻ ബി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഓപ്ഷൻ സി മാനവശേഷി വികസനം, ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ബ്ലെൻഡ്, ഓപ്ഷൻ സി കോപ്പർ പൈറൈറ്റ്സ്, ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിര് ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ സി ആണ് 18. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം. ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഓപ്ഷൻ എ സിമൻറ്റ്, ഓപ്ഷൻ ബി സിലിക്ക, ഓപ്ഷൻ സി ബേക്കലൈറ്റ്, ഓപ്ഷൻ ഡി പോളിത്തീൻ. ഉത്തരം ഓപ്ഷൻ ബി സിലിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി മണ്ണ്, ഓപ്ഷൻ സി വായു, ഓപ്ഷൻ ഡി താപം. ഉത്തരം ഓപ്ഷൻ സി വായു. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3. തേർഡ് ലാ ഓഫ് മോഷൻ ഓഫ് ഐസക് ന്യൂട്ടൺ, മൂന്നാം ചലന നിയമം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 3. To every action there is an equal and opposite reaction. That's the third law of motion of Isaac Newton. So our answer option D 3. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത്തെ ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. ഉത്തരം ഓപ്ഷൻ എ ആണ്. 8 ഗ്രഹങ്ങളാണ് നിലവിൽ സൗരയൂഥത്തിൽ ഉള്ളത്. 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്ലൂട്ടോയുടെ ആ ഗ്രഹപദവി നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു കുള്ളൻ ഗ്രഹം. അപ്പോൾ ഇനി മുതൽ അത് ഗ്രഹങ്ങൾ കുള്ളൻ എന്ന പട്ടികയിൽ ഉൾപ്പെട്ട്, അപ്പോൾ ഈ ഗ്രഹം എന്നുള്ള ആ പൂർണ്ണ പദവി അതിന് നഷ്ടപ്പെടുകയുണ്ടായത്. അപ്പോൾ നിലവിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം
8 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജലം ഐസാകുന്ന താപനില ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 310 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 101 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ഹെർട്സ്, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി ഡെസിബൽ, ഓപ്ഷൻ ഡി വാട്ട്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ സി ഡെസിബൽ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി അഡ്രീനൽ ഗ്രന്ഥി, ഓപ്ഷൻ ഡി തൈമസ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ കെ, ഓപ്ഷൻ സി വിറ്റാമിൻ എ, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഓപ്ഷൻ എ ആണ്, അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളുടെ 43ാമത്തെ ക്വസ്റ്റ്യൻ, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി സെറിബ്രം, ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി മെഡുല ഒബ്ലോങ്കേറ്റ. പേശികളുടെ ബലം നോർത്താൽ സെറിബെല്ലം, ആ പേരുമായിട്ട് സമയമുണ്ട്, അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം, സെറിബെല്ലമാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി പേശികളുടെ ബലം നോർത്തിരുന്നതായി സെറിബെല്ലം, ആൻസർ സെറിബെല്ലം, ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 44ാമത്തെ ക്വസ്റ്റ്യൻ, DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവർ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻ എ ഡിഫ്തീരിയ, ഓപ്ഷൻ ബി പോളിയോ, ഓപ്ഷൻ സി ടെറ്റനസ്, ഓപ്ഷൻ ഡി വില്ലൻ ചുമ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ, പിന്നെ അടുത്തത് സി ഓപ്ഷൻ ടെറ്റനസ്, ഓപ്ഷൻ ഡി വരുന്നത് വില്ലൻ ചുമ. ഇത് മൂന്നുമാണ് അതിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന വാക്സിനാണ് DPT വാക്സിൻ. എന്നാൽ പോളിയോയ്ക്ക് ഇത് ഫലപ്രദമല്ല. ഉത്തരം ഓപ്ഷൻ ബി പോളിയോ. അടുത്ത ക്വസ്റ്റ്യൻ, മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി പപ്പായ, ഓപ്ഷൻ സി കവുങ്ങ്, ഓപ്ഷൻ ഡി റബ്ബർ. ഉത്തരം ഓപ്ഷൻ എ തെങ്ങിൻ്റെ ഒരു സങ്കരയിനമാണ് മലയൻ ഡോർഫ്. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ, ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ഡി റോബർട്ട് കോച്ച്. ഉത്തരം ഓപ്ഷൻ ബി ലൂയിസ് പാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ തിമിരം, ഓപ്ഷൻ ബി ഗ്ലോക്കോമ, ഓപ്ഷൻ സി ദീർഘദൃഷ്ടി, ഓപ്ഷൻ ഡി വർണ്ണാന്ധത. ഉത്തരം ഓപ്ഷൻ എ തിമിരം. അടുത്ത ക്വസ്റ്റ്യൻ, 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? ഓപ്ഷൻ എ റേച്ചൽ കഴ്സൺ, ഓപ്ഷൻ ബി ജൂലിയ ഹിൽ, ഓപ്ഷൻ സി വങ്കാരി മാതായി, ഓപ്ഷൻ ഡി സുനിത നരേൻ. ആൻസർ ഓപ്ഷൻ സി വങ്കാരി മാതായി. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കൾ, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ സി കൊളസ്റ്റിറോൾ, ഓപ്ഷൻ ഡി ശ്വേത രക്താണുക്കൾ. പ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശ്വേത രക്താണുക്കൾ. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനാണ് 50ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി വെള്ളാനിക്കര, ഓപ്ഷൻ സി ചാലക്കുടി, ഓപ്ഷൻ ഡി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡാണ്. അപ്പോൾ GK വിഭാഗത്തിലെ 50 ക്വസ്റ്റ്യൻ മുഴുവൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.
താങ്ക്സ്.